ഹായ് അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മക്രോണി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് തിളച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അത് മക്രോണി പരസ്പരം ഒട്ടിപ്പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ മക്രോണി ഇങ്ങനെ പാകത്തെ വേവിൽ നമുക്ക് ഊറ്റിയെടുക്കാം. മക്രോണി വെന്ത് പോകരുത്, വെന്താൽ വേവ് വരും. പിന്നെ അതിപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുക്കുക. അതിങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചാതെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഇറച്ചിക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക. പിന്നെ അതിക്ക് ആവശ്യത്തിന് അരപ്പിനായിട്ട് തക്കാളി, ഉള്ളി, ചുവന്നമുളക് പിന്നെ ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതെല്ലാം വാടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിക്ക് അരക്കണേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാണ് എടുക്കുന്നത്. പെരയിലുണ്ടാക്കിയ ചപ്പാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചപ്പിടുമ്പോൾ. നല്ലൊരു ചൊവയും നല്ലൊരു മണമൊക്കെയാണ്. ഞാൻ ഈ ചപ്പിട്ടെടുത്ത് പിന്നെ നമ്മൾ വാട്ടിയെടുത്ത് ഈ ഉള്ളിയും തക്കാളിയും മുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ജീരകം ഇട്ടെടുക്കുക. പിന്നെ അരച്ച് വെച്ച ഈ അരപ്പും പിന്നെ ഞാൻ ആ ജാറൊന്ന് ചുഴറ്റിയെടുക്കുന്നുണ്ട്. പകുതി ജാറിൽ തന്നെ ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിക്ക് കുരുമുളകും കുറച്ച് മുളകും പൊടി ഇട്ടെടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ടെടുക്കുക. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വെച്ച കാരണമാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാതെ ആ പശപ്പൊക്കെ പോയിട്ട് കിട്ടിയത്. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേവേറിയാൽ ഈ ഇളക്കുന്ന ടൈമിലൊക്കെ ആ കുത്തി ഉടഞ്ഞു പോകും, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടെടുക്കുക. ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കറക്കിയാലും മതി. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കളർ പൊടി ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളർ പൊടി ഇട്ടെടുത്താൽ മതി. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ മക്രോണി റെഡി ആയി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.